വിത്ർ നിസ്കാരം. ഏറെ ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ വന്ന നിസ്കാരമാണ് വിത്ർ നിസ്കാരം. വിത്ർ എന്ന പദത്തിൻ്റെ അർത്ഥം ഒറ്റ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഖുർആനിൻ്റെ അനുയായികളെ, നിങ്ങൾ വിത്ർ നിസ്കരിക്കുക. വിത്ർ നിസ്കാരം ദീനിൽ സ്ഥിരപ്പെട്ട ഒന്നാണ്. രാത്രി കുറച്ചോ കൂടുതലോ നിസ്കരിക്കണമെന്നും അതിൻ്റെ അവസാനം വിത്ർ ആയിരിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വിത്ർ നിസ്കാരത്തിൻ്റെ സമയം തറാവീഹ് നിസ്കാരം പോലെ തന്നെ ഇശാഇൻ്റെയും ഫജ്ർ വെളിവാകുന്നതിൻ്റെയും ഇടയിലാണ് വിത്ർ നിസ്കാരത്തിൻ്റെ സമയം. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ആണെങ്കിൽ അതിനുശേഷം വിത്ർ നിസ്കരിക്കലാണ് ഉത്തമം. എന്നാൽ പ്രഭാതത്തിനു മുമ്പ് ഉണരുമെന്ന് ഉറപ്പില്ലാത്തവർ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്ർ നിസ്കരിക്കുകയാണ് വേണ്ടത്. റവാത്തിബ് നിസ്കാരങ്ങൾ അഥവാ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠമായ നിസ്കാരമാണ് വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരക്രമം. വിത്ർ നിസ്കാരം ഏറ്റവും കുറഞ്ഞത് 1 റക്അത്തും കൂടിയത് 11 റക്അത്തുമാണ്. എന്നാൽ പതിവായി 1 റക്അത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലോ റമളാൻ അല്ലാത്തപ്പോഴോ 11 റക്അത്തിനേക്കാൾ കൂടുതലായി വിത്ർ നിസ്കരിച്ചിട്ടില്ല. 1 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്നവർ ചേർത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ 2 റക്അത്തുകൾ പിരിച്ച് നിസ്കരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 റക്അത്തുകളിൽ സലാം വീട്ടുകയും അവസാനം 1 റക്അത്ത് കൊണ്ട് നിസ്കാരം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിത്ർ നിസ്കാരം അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റവും കുറഞ്ഞത് 3 റക്അത്താണ്. വിത്ർ നിസ്കാരത്തിൻ്റെ രീതി. വിത്ർ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്കു വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഈ 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. നിയ്യത്തിനു ശേഷം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കൈകെട്ടുക. വജ്ജഹ്തു ഓതുക. ഔദു ഓതിക്കൊണ്ട് ഫാത്തിഹ ഓതുക. ശേഷം 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കു ശേഷം ഓതേണ്ട സൂറത്ത് സൂറത്തുൽ അഅല. സൂറത്തുൽ അഅല ഓതിയതിനു ശേഷം റുക്കൂ ചെയ്യുക. റുക്കൂയിലെ ദിക്ർ ചൊല്ലുക. എഴുത്തിദാൽ ചെയ്യുക. എഴുത്തിദാലിലെ ദിക്ർ ചൊല്ലുക. സുജൂദ് ചെയ്യുക. സുജൂദിലെ ദിക്ർ ചൊല്ലുക. ഇടയിലെ ഇരുത്തം, അതിലെ ദിക്ർ ചൊല്ലുക. വീണ്ടും 2-ാമത്തെ സുജൂദിലെ ദിക്ർ ചൊല്ലിയതിനു ശേഷം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് 2-ാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കുക. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കു ശേഷം ഓതേണ്ട സൂറത്ത് സൂറത്തുൽ കാഫിറൂനയാണ്. സൂറത്തുൽ കാഫിറൂന ഓതിയതിനു ശേഷം റുക്കൂ, എത്തിദാല്, സുജൂദ്, ഇടയിലെ ഇരുത്തം, അതിനുശേഷം 2-ാം സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അത്തഹിയാത്ത് ഓതണം, സലാം വീട്ടണം. അതിനുശേഷം വിത്ർ 1 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി 3-ാം റക്അത്ത് ഇതുപോലെ നിസ്കരിക്കുക. ഫാത്തിഹയ്ക്കു ശേഷം 3-ാം റക്അത്തിൽ ഓതേണ്ട സൂറത്ത് ഇഖ്ലാസ് സൂറത്താണ്, അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്താണ് ഓതേണ്ടത്. 3-ാം റക്അത്ത് നിസ്കരിച്ചതിനു ശേഷം റക്അത്തിൻ്റെ അവസാനത്തിൽ സലാം വീട്ടുക. പരിശുദ്ധ റമളാൻ മാസത്തിലാണ് ഒരാൾ വിത്ർ നിസ്കരിക്കുന്നതെങ്കിൽ റമളാനിൽ 16-ാം രാവ് മുതൽ വിത്റിൻ്റെ അവസാന റക്അത്തിൽ ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. 3-ൽ കൂടുതൽ റക്അത്ത് നിസ്കരിക്കുന്നവർ അവസാന 3 റക്അത്തുകളിൽ ഈ സൂറത്തുകൾ ഓതൽ സുന്നത്താണ്. അവസാന 3 റക്അത്തുകളിലാണ് ഈ സൂറത്തുകൾ ഓതേണ്ടത്. സൂറത്തുൽ അഅല, 2-ാമത്തേതിൽ സൂറത്തുൽ കാഫിറൂന, 3-ാമത്തേതിൽ ഇഖ്ലാസ് സൂറത്ത്. വിത്ർ നിസ്കാര ശേഷം 3 പ്രാവശ്യം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, പരിശുദ്ധനായ സർവാധിപതിയുടെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയലും
മൂന്നാമത്തേതിൽ 3 പ്രാവശ്യം പറയണം. അതിൽ മൂന്നാമത്തേതിൽ ശബ്ദം ഉയർത്തലും സുന്നത്താണ്. അതിനുശേഷം അല്ലാഹുമ്മ ഇന്നി ഔദു ബിറിലാക മിൻ സുഖത്തിക വബിമുആഫത്തിക മിൻ ഉഖൂബത്തിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്ന് ചൊല്ലലും സുന്നത്താണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഫർളായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠത ഫർള് നിസ്കാരങ്ങൾക്കും സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠത സുന്നത്ത് നിസ്കാരങ്ങൾക്കുമാകുന്നു. ഫർള് നിസ്കാരങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന ന്യൂനതകൾക്ക് പരിഹാരമായാണ് അള്ളാഹു സുന്നത്ത് നിസ്കാരങ്ങളെ നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ സുന്നത്താക്കപ്പെട്ട നിസ്കാരങ്ങളെ നാം ശീലിക്കേണ്ടതുണ്ട്. തഹജ്ജുദ് നിസ്കാരം, തസ്ബീഹ് നിസ്കാരം, തറാവീഹ് നിസ്കാരം, ളുഹാ നിസ്കാരം, ആഗ്രഹ സഫലീകരണത്തിനായുള്ള ഹാജത്ത് നിസ്കാരം എന്നീ നിസ്കാരങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സൽക്കർമ്മങ്ങൾ ചെയ്ത് വിജയിക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെല്ലാം ഉൾപ്പെടുത്തട്ടെ.